ധർമ്മസ്ഥല വിവാദത്തിൽ വൻ വഴിത്തിരിവ്. മകളില്ലെന്ന് സമ്മതിച്ച് പരാതിക്കാരി സുജാത ഭട്ട് ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് അനന്യ ഭട്ട് എന്ന മകളെ കാണാതായി എന്ന് താൻ കള്ളം പറഞ്ഞതാണെന്നാണ് സുജാത ഭട്ട് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. മലയാളിയായ ജയന്തി, ഗിരീഷ് മട്ടന്ന എന്നിവരാണ് തന്നെ കള്ളം പറയിപ്പിച്ചതെന്നും സുജാത പറയുന്നുണ്ട്. സുജാത പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സുജാതയുടെ തുറന്നു പറച്ചിൽ. അരുൺ ആലത്തൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, വലിയൊരു വിവാദമാണ് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയുള്ള കേസാണ്, അല്ലെങ്കിൽ സംഭവ വികാസങ്ങളാണ് എന്ന് ജനം TV ആണ് ആദ്യം ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. മാത്രവുമല്ല, സുജാത ഭട്ടിന്റെ പഴയ അഭിമുഖങ്ങളെല്ലാം ജനം TV കൃത്യമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ സുജാത ഭട്ട് കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഇല്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള മലയാള മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും ഒക്കെ അതിനെ ആഘോഷിക്കുകയായിരുന്നു. ഒരു ക്ഷേത്രത്തിന്റെ മറവിൽ ആ ക്ഷേത്ര നഗരിയിൽ നൂറുകണക്കിന് സ്ത്രീകളെ കൊന്നു കുഴിച്ചു മൂടി അതൊരു പ്രേത നഗരമാണ് എന്നൊക്കെ തരത്തിൽ കൊണ്ടുപിടിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകളാണ് മലയാള മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ ജനം TV സംഘം ധർമ്മസ്ഥലയിൽ ചെന്നു അതിൻ്റെ വാസ്തവം അന്വേഷിച്ചപ്പോൾ അതിൽ നൂറുകണക്കിന് സ്ത്രീകളെ കുഴിച്ചുമൂടി എന്നതൊക്കെ പച്ചക്കള്ളമാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. മാത്രമല്ല, ഈ മുഖംമൂടി അണിഞ്ഞ വ്യക്തി ഈ നൂറുകണക്കിന് സ്ത്രീകളെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ ഭാഗങ്ങളിൽ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതിനപ്പുറം ആ മുഖംമൂടിക്കാരന് പിന്നാലെ തൻ്റെ മകളെ പ്രശസ്തമായ മഞ്ജുനാഥ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും കാണാതായി. ആ മകൾ സുഹൃത്തുക്കൾക്കൊപ്പം ദർശനത്തിനെത്തിയതായിരുന്നു. അതിനുശേഷം പിന്നീട് മകളെ കാണാതാവുന്ന സ്ഥിതി ഉണ്ടായി. മകളെ കണ്ടുപിടിച്ചു തരണം, മകളുടെ ഒരു അസ്ഥി കഷ്ണമെങ്കിലും കിട്ടണം, തനിക്ക് ഹിന്ദു മതാചാര പ്രകാരം അത് സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുജാത ഭട്ട് എന്ന സ്ത്രീ രംഗത്തെത്തിയിരുന്നു. അതും കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. അനന്യ ഭട്ട് എന്നാണ് അവരുടെ മകൾ, കാണാതായ മകളുടെ പേര് പറഞ്ഞിരുന്നത്. ഏതായാലും അതും നമ്മൾ ജനം TV സംഘം അവിടെ എത്തി നടത്തിയ അന്വേഷണത്തിൽ ഈ സുജാത ഭട്ട് എന്ന സ്ത്രീക്ക് ഒരു മകളെ ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് സുജാത ഭട്ടിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 2013 അവർ അവരുടെ മകളെ ക്ഷേത്രമുറ്റത്ത് നിന്ന് കാണാതായി എന്ന് പറയുന്നത്. അതേ 2013 കാലഘട്ടത്തിൽ അവരൊരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അവർക്ക് മക്കളെ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായി പറയുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. മാത്രമല്ല, ഇവരുടെ മകൾ അനന്യ ഭട്ട് എന്ന പേരിൽ മാധ്യമങ്ങൾക്ക് നൽകിയ ചിത്രം അത് കൊടക് സ്വദേശിയായ ജയന്തിയുടേതാണ് എന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. മലയാളത്തിലെ മറ്റു മാധ്യമങ്ങളൊന്നും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നില്ലെങ്കിലും നമ്മൾ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും കേരളത്തിലെ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും നമ്മളുടെ ഇപ്പോൾ വാർത്ത ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സുജാത ഭട്ടിൻ്റെ ഒരു അഭിമുഖം ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും യൂട്യൂബ് ചാനലിലും പിന്നെ സുവർണ ന്യൂസ്, കർണാടകയിൽ നിന്നുള്ള സുവർണ ന്യൂസ് എന്ന ചാനലിനും ഉൾപ്പെടെ ഇവർ നൽകിയ അഭിമുഖത്തിലാണ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. തനിക്ക് മകളില്ല എന്നുള്ളത് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഈ സുജാത ഭട്ട് എന്ന സ്ത്രീ. അവർ പറയുന്നത് മലയാളിയായ ജയന്തി, അതുപോലെ തന്നെ ഗിരീഷ് മട്ടന്ന എന്നിവരാണ് തന്നോട് ഈ കള്ളം പറയാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. കള്ളം പറയാൻ പ്രേരിപ്പിച്ചതിലേക്ക് വഴിവെച്ച കാര്യം എന്തെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് തൻ്റെ ഈ കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട കുടുംബസ്വത്ത് ഈ ക്ഷേത്രത്തിന് നൽകിയതുമായി ബന്ധപ്പെട്ട് തനിക്കൊരു വൈരാഗ്യമുണ്ടായിരുന്നു. കാരണം ജൈനന്മാരുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്രത്തിന് ഈ കുടുംബക്കാർ ആ സ്വത്ത് നൽകി എന്നുള്ളതിൽ തനിക്കൊരു വൈരാഗ്യമുണ്ടായിരുന്നു. അത് ആ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇവർ തന്നെ സമീപിച്ചത്. ആ സമയത്ത് താൻ അതിനുവേണ്ടി തനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന വൈരാഗ്യത്തിൻ്റെ പുറത്ത് തനിക്ക് മകളുണ്ട്, മകളെ കാണാതായി എന്നൊക്കെ കള്ളത്തരം ഇവർ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ പറയുകയായിരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ആരാണ് ഈ ജയന്തി, ഗിരീഷ് മട്ടന്ന എന്ന് ചോദിച്ചാൽ അവർ അവിടുത്തെ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുണ്ട്. ആ സൗജന്യം, അതുപോലെ തന്നെ ഈ നിരവധി യുവതികളെ കാണാതായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ കേരളത്തിൽ നിന്നുള്ള ആ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ ആക്ഷൻ കമ്മിറ്റിയിലുള്ളത്. ആ ലോറി ഡ്രൈവറായ മനാഫ് ഉൾപ്പെടെയുള്ളവരാണ് ആക്ഷൻ കമ്മിറ്റിയിലുള്ളത്. ആ ആക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട 2 പേരാണ് ഈ ജയന്തി, ഗിരീഷ് മട്ടന്ന എന്നീ 2 ആളുകൾ. ആ 2 പേരാണ് ഇങ്ങനെ കള്ളം പറയാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ തുറന്നു പറയുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ധർമ്മസ്ഥല വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മഹേഷ് ഷെട്ടി തിമറോടി എന്ന ആളെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്.
BJP നേതാവായ BL സന്തോഷ് നൽകിയ കേസിലാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് നേരെയുണ്ടായ അപകീർത്തികരമായ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ മഹേഷ് ഷെട്ടി തിമ്രോഡിയെ അവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മഹേഷ് ഷെട്ടി തിമ്രോഡി ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഈ ആക്ഷൻ കമ്മിറ്റി, ആ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു തിരക്കഥയായിരുന്നു ഇതെല്ലാം എന്നുള്ളത് അനുദിനം പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ധർമ്മസ്ഥലിയുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ BJP ഉൾപ്പെടെ ആരോപിച്ചിരുന്നു. അതിൽ കൃത്യമായ അന്വേഷണം വേണം. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു മുഖംമൂടി അണിഞ്ഞ ആളെത്തി നൂറുകണക്കിന് ആളുകളെ, സ്ത്രീകളെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം ആ മുഖംമൂടി അണിഞ്ഞ വ്യക്തിയും കൊണ്ട് SIT പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അവർ പലയിടത്ത് കുഴിച്ചു നോക്കിയ 17 സ്ഥലങ്ങളിലോളം കുഴിച്ചു നോക്കി യാതൊന്നും ലഭിക്കാത്ത സ്ഥിതി ഉണ്ടാകുന്നു. പിന്നീട് ആ മുഖംമൂടിക്കാരൻ തന്നെ SITയോട് മാറ്റി പറയുന്നു, ചില ആളുകൾ തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇങ്ങനെ കുഴിച്ചിട്ടു എന്നുള്ളത് എന്ന് ആ മുഖംമൂടിക്കാരൻ തന്നെ വെളിപ്പെടുത്തി. അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ പരാതിക്കാരിയായിട്ടുള്ള സുജാത ഭട്ടും പറയുന്നു തന്നെ കൊണ്ട് തനിക്ക് മകളുണ്ട് എന്ന് കള്ളം പറയിപ്പിച്ചതാണെന്ന്. അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാവുന്നത് ഇത് കൃത്യമായ ഒരു തിരക്കഥയുടെ ഭാഗമായിരുന്നു. ആ പ്രശസ്തമായ മഞ്ജുനാഥ ക്ഷേത്രത്തെയും അതുപോലെ തന്നെ ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരിയെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനിയും വിശദമായ അന്വേഷണം വേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരാണ്. അവിടെ DK ശിവകുമാർ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയമുണ്ട്, ആരെയും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതേസമയം തന്നെ മറുവശത്ത് മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഇടത് ജിഹാദി സംഘങ്ങൾക്ക് കൂട്ടുപിടിക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ SITയുടെ ഇനി അന്വേഷണമൊക്കെ ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സാഹചര്യം തന്നെയാണുള്ളത്. ഏതായാലും കർണാടകയിൽ BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഇനിയും മുന്നോട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. നേരത്തെ തന്നെ ഈ മുഖംമൂടി അണിഞ്ഞ വ്യക്തിയുടെ വെളിപ്പെടുത്തൽ, താൻ പറഞ്ഞതൊക്കെ കള്ളമാണ്, തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് വെളിപ്പെടുത്തലും, ഒപ്പം തന്നെ ഈ സുജാത ഭട്ടുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ജനം TV മാത്രം ഇത്തരം കാര്യങ്ങൾ, ഈ സുജാത ഭട്ട് പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നിരുന്നു. ഇതിൽ കൂടുതൽ അന്വേഷണം വേണം, ഈ പരാതിക്കാരെല്ലാം ഒരു ഫാബ്രിക്കേറ്റഡ് ആണ്, ഇതിൽ കൃത്യമായ തിരക്കഥയുണ്ട്, അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യവുമായിട്ട് നിരവധി വിശ്വാസികൾ രംഗത്തെത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇനി ഏതായാലും ഈ സുജാത ഭട്ടിൻ്റെ വെളിപ്പെടുത്തൽ കൂടെ വന്നതോടുകൂടെ തന്നെ, അല്ലെങ്കിൽ സുജാത ഭട്ട് ഇപ്പോൾ കൃത്യമായിട്ട് തനിക്കിത് പറഞ്ഞു തന്നതാണ്, ഇങ്ങനെ പറയണമെന്ന്, തനിക്ക് ഇല്ലാത്ത മകളെ ഉണ്ടെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞതാണെന്ന് വ്യക്തമാവുന്ന സാഹചര്യത്തിൽ ഇതിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇനി കടക്കും കർണാടകയിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി.